കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, കർത്താവിന് സ്തോത്രസ്തുതിയാഗങ്ങൾ അർപ്പിക്കുന്നു. മഹാദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ പകൽക്കാലവും ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 64-ാമത്തെ വാക്യം. യേശു അവരോട്, ഞാനാകുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടുപോയി മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ച് കൂടി ഇരുന്ന് കർത്താവിനെ കുറ്റം വിധിക്കുകയാണ്. പല ആളുകളും കടന്നു വന്ന കർത്താവിനെ കുറ്റം വിധിക്കുവാൻ തുടങ്ങി. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ പദ്ധതിയിട്ട് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും അവർ പറഞ്ഞതൊന്നും അങ്ങ് ഒക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ 2 പേര് വന്നിട്ട് പറയുകയാണ്, ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിവാൻ എനിക്ക് കഴിയും എന്നിവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. അപ്പോൾ കർത്താവ് തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയത്. താൻ തകർക്കപ്പെടുമെന്നാൽ സകലത്തെയും ജയിച്ചുകൊണ്ട് 3-ാം ദിവസം പണിയപ്പെടും, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഈ വാക്ക് കേട്ടുകഴിഞ്ഞപ്പോൾ മഹാപുരോഹിതൻ എഴുന്നേറ്റ കർത്താവിനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിൻ്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോഴും കർത്താവ് എന്ത് ചെയ്തു? മൗനം പാലിച്ചു. തുടർന്ന് മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് കർത്താവ് മറുപടി കൊടുക്കുന്നത്, ഞാനാകുന്നു. കർത്താവാരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. നീ ദൈവപുത്രനാണോ? കർത്താവ് പറഞ്ഞു, അതെ, ഞാൻ ദൈവപുത്രനാണ്. സകലത്തെയും ചമച്ച, സകലത്തെയും നിർമ്മിച്ച ഭൂമി, അതിൻ്റെ പൂർണ്ണത, ഭൂതലവും അതിൻ്റെ നിവാസികളും ദൈവത്തിൻ്റെ വക. ആ ദൈവത്തോടാണ് ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണോ? കർത്താവ് പറഞ്ഞു, അതെ, ഞാൻ ദൈവപുത്രൻ തന്നെ. അതുമാത്രമല്ല, ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. കർത്താവ് പറയുകയാണ്, ഞാൻ ദൈവപുത്രനും അതോടൊപ്പം തന്നെ മനുഷ്യപുത്രൻ. കർത്താവ് ഈ ഭൂമിയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടായിരുന്നു. എന്നാൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ കർത്താവിനെ വ്യത്യസ്തനായിട്ട് നിർത്തിയത് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കാഴ്ച ഇതാര് കണ്ടെന്നറിയാമോ? ദൈവവചനം മേശങ്ങളിൽ ശുശ്രൂഷ വിട്ടിറങ്ങി ദൈവവചന ശക്തിയോടെ ഘോഷിച്ച സ്തെഫാനോസ്. അന്നത്തെ ജനത്തിന് ആ വചനം ഉൾക്കൊള്ളുവാൻ കഴിയാതെ വന്നപ്പോൾ അവനെ കല്ലെടുത്തെറിഞ്ഞു. അവൻ മരണത്തോടടുക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടതും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രനായ ക്രിസ്തു നിൽക്കുന്നതുമായ കാഴ്ച സ്തെഫാനോസ് കണ്ടു. ഇവിടെ കർത്താവ് പറയുകയാണ്, സർവശക്തൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. കർത്താവിൻ്റെ മടങ്ങിവരവനെക്കുറിച്ച്, കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ അത് കൺകുളിർക്കെ കാണുവാൻ ആകാശമണ്ഡലങ്ങളിലേക്ക് ഇമകളടയ്ക്കാതെ നോക്കി നിൽക്കുന്ന ഗലീല പുരുഷന്മാരെ നോക്കിക്കൊണ്ട്
അതിന് സാക്ഷ്യം വഹിപ്പാൻ സ്വർഗോന്നതികളിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗീയ ദൂതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1:11 വാക്യം. അവിടെ ഇപ്രകാരം ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും, ആകാശമേഘങ്ങളിൽ വെളിപ്പെടും. 1 തെസ്സലോനിക്കർ 4:16 വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുതന്നെയാണ് കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇപ്പോൾ വലത്ത് ഭാഗത്ത് ഇരിക്കുക മാത്രമല്ല, ആകാശമേഘങ്ങളിൽ വെളിപ്പെടും. അതിന് കാലമെടുത്തിരിക്കുന്നു, സമയമെടുത്തിരിക്കുന്നു. അതിൻ്റെ സംഭവങ്ങൾ നമുക്ക് ചുറ്റും വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകം കർത്താവിനെ കുറ്റം ചുമത്തി. നെയ്യുന്നവനാണോ കർത്താവ് പറഞ്ഞ? അതെ. കർത്താവിൻ്റെ ക്രൂശീകരണത്തോടെടുക്കുന്ന സമയത്ത് വിസ്താര സഭയുടെ മുമ്പിൽ നിന്നുകൊണ്ടും താൻ ദൈവപുത്രനാണ് എന്നുറക്കെ പ്രഖ്യാപിച്ച ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ആ കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നു. പ്രാർത്ഥന മുറിയിൽ പുറംകണ്ണുകളുടെ ചകക്കണ്ണ് തുറന്ന് അകമറിയുന്ന കർത്താവിനെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവനെ കാണത്തക്കവണ്ണം നമ്മുടെ ആത്മീയ ജീവിതം ഉയർന്ന നിലവാരത്തിലേക്ക് ഉയരട്ടെ. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.